അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും മഹത്തരമായ റമളാനിൻ്റെ അവസാന 10 ദിവസങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗാമികളായ 1000-ഓളം കൊല്ലം ജീവിച്ച മഹാന്മാരെക്കുറിച്ച് അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിന് വല്ലാത്ത വിഷമമായി. ഞങ്ങൾക്കും അത്രയും നാൾ ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും കഴിയില്ലല്ലോ നബിയെ എന്നവർ ആശങ്ക നബിയോട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ സൂറത്തിലൂടെ പ്രവാചകർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള 1000 മാസങ്ങളെക്കാൾ വലിയ ഒരു ദിവസം ഒരു രാത്രി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൻ്റെ പ്രവാചകനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ഒരു സൂറത്ത് ഇറക്കിയിരിക്കുന്നത്. ഖുർആനിൽ മറ്റെവിടെയും ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നില്ല. ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ആ സൂറത്തിൽ 3 തവണയാണ് അള്ളാഹു തആല എടുത്തു പറയുന്നത്. ലൈലത്തുൽ ഖദർ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞതുപോലെ 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ഒരു രാത്രി അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ ദിവസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. 1000 മാസങ്ങൾക്കാൾ എന്ന് പറയുമ്പോൾ ഏകദേശം 84 വർഷക്കാലം ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്ന്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷത്തിലും 1000 മാസത്തേക്കാൾ 84 വർഷക്കാലം, 84 വർഷം നമുക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രി അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. 84 വർഷം ജീവിക്കുന്ന പ്രതിഫലം എന്നല്ല പറഞ്ഞത്, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 84 വർഷക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 60, 70, 80 വർഷം ജീവിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് ഇബാദത്ത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു രാത്രി നമുക്ക് ലഭിച്ചാൽ, ഈ ഒരു രാത്രി നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാവുകയാണെങ്കിൽ 84 വർഷക്കാലം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അത്രത്തോളം പുണ്യമായ രാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാനലോകത്തു നിന്നും മലായിക്കത്തുകൾ ഇറങ്ങി വരുന്ന, അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഒരു രാത്രിയാണ്. ആ രാത്രിയിൽ അല്പസമയം നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ വലിയ പ്രതിഫലമാണ്. ആ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകളുണ്ട്. ദാനധർമ്മങ്ങൾ കൊണ്ട് ധന്യമാകാം, ആരാധനകൾ നടത്താം, നിസ്കരിക്കാം, ഖുർആൻ പാരായണം നടത്താം, തസ്ബീഹുകളും ദിക്റുകളും ചൊല്ലാം. ഇതെല്ലാം ആ രാത്രിയിൽ വലിയ പുണ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഒരു മനുഷ്യൻ ആ രാത്രിയിൽ അല്പനേരം ഖുർആൻ ഓതി എന്നിട്ട് കിടന്നുറങ്ങിയാലും ആ രാത്രി മുഴുവനും ആ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലമാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. ആ രാത്രിയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്താൽ അവന് 1000 മാസങ്ങൾ സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ആ രാത്രിയിൽ കുറച്ചെങ്കിലും നിസ്കരിച്ചാൽ 1000 മാസം അവൻ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം. ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ പ്രതിഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. പല അഭിപ്രായങ്ങളിൽ പറയുന്നുണ്ട്, പരിശുദ്ധ റമളാനിലെ പല ദിവസങ്ങളും ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നുണ്ട്. എങ്കിലും വളരെ പ്രബലമായിട്ട് പറയുന്നത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിലാണ് എന്നാണ്. ആ രാത്രികളാണ് നമ്മെ കാത്തിരിക്കുന്നത്, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ മടിച്ചു നിൽക്കാതെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമായിട്ട് ആ പവിത്രമായ രാത്രികളിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറാകണം. സർവശക്തനായ അള്ളാഹു അവൻ്റെ ലൈലത്തുൽ ഖദർ സിദ്ധിച്ച അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.